ഇത് ഒഴുക്കുതോടുള്ള ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയാണ്. പേരെന്താ? എൻ്റെ പേര് സിറിൽ ജോൺ. എത്ര വർഷമായിട്ട് ചെയ്യുന്നു? കൊച്ചു പ്രായം മുതൽ 8 വയസ്സ് മുതൽ തുടങ്ങിയത്. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം 60 ഏതാണ്ട് 50 അരനൂറ്റാണ്ട് കാലമായി ഈ കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന 66 വയസ്സായി. 66 വയസ്സായി ഇദ്ദേഹത്തിൻ്റെ. നിങ്ങളുടെ ജീവിതം എങ്ങനെ? ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടത്തിലുള്ള ജീവിതമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലിയ കടലും കാറ്റൊക്കെ ഉള്ള സമയത്തൊന്നും നമ്മൾ പണിക്ക് പോകത്തില്ല. കാരണം വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ നിങ്ങൾ എങ്ങനെയാ കടലിൽ പോകുന്നത്? വള്ളം തുഴന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു 2-3 കൊല്ലം ആയോളൂ ഇപ്പൊ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അതുകൊണ്ട് അങ്ങനെ ഇപ്പം തുഴക്കേണ്ട കാര്യം ഉണ്ട്. ഇഞ്ചൻ കംപ്ലൈന്റ് ആവുക എന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വരികയൊക്കെ ചെയ്യണം. അങ്ങനെ വലിയ കാറ്റോ കടലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ സഹിച്ചാണ് കഴിഞ്ഞുകൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കടൽ അപകടം പറ്റിയിട്ടുണ്ട്. ഒരുപാട് അപകടം പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ വെള്ളം കവന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. ചില സമയത്തേ ഉപയോഗിക്കത്തുള്ളൂ. എന്താ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? അത് നല്ല സുഖമല്ലേ അദ്ദേഹത്തിന്? അതോ ജോലിക്ക് തടസ്സമാവും? ജോലിക്ക് തടസ്സമുണ്ട്. കാരണം വെള്ളം തുഴക്കാനും പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ്. ആ പങ്കായം ഒന്ന് എടുത്ത് കാണിക്കുക. നിങ്ങൾ തുഴയ്ക്കുന്നത് ഇവര് പങ്കായം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് പണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കാനൊക്കത്തില്ല. പണ്ട് ഇവര് ആണ് ഒരു പങ്കായം ഉപയോഗിക്കുന്നുണ്ട്. പങ്കായം ഉപയോഗിച്ചാണ് ഇവര് പണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് ഇത് എന്താണ് ഇതിന്റെ പേര്? ഇല. ഇത് വലിയ ഇതൊരു വെയിറ്റുള്ള സാധനമാണ്. ഇതാണ് ഇവരുടെ ഒരു മുദ്ര. നമ്മൾ കണ്ടിട്ടില്ലേ? ഇതാണ് അവരുടെ ഒരു മുദ്ര. അവർ ഈ പങ്കായം ഉപയോഗിച്ച് പോയിക്കൊണ്ടിരുന്നത്. അവരിപ്പോൾ എൻജിൻ വന്നപ്പോൾ അതിൽ നിന്ന് മാറിയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് കടൽ അപകടം വന്നപ്പോൾ എങ്ങനെ രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടുന്ന മറ്റുള്ള വള്ളംകാരെങ്കിലും ഒക്കെ വന്നേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് വരാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക സമൂഹമാണ്. ഈ സമൂഹത്തിലെ സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഒരുമിച്ച് മത്സ്യബന്ധനം നടത്തുന്നവരാണ്. ഇവർ മറ്റു ജോലികൾക്ക് പോയാലും അവസാനം വന്ന് അടിയുന്നത് ഈ തീരത്തെന്ന് പറഞ്ഞ പോലെ ഈ തീരത്ത് തന്നെയാണ്. ഇദ്ദേഹം ഏതാണ്ട് 60-55 വർഷമായിട്ട് ഇവിടെ തന്നെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷവാനാണോ? തൃപ്തനാണോ? തൃപ്തനാണെന്ന് ചോദിച്ചാലാണ്. പക്ഷേ ഇതാണ് ബുദ്ധിമുട്ടിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കേരളത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് നിങ്ങളാണോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സൈന്യങ്ങൾ വേറെ ഒരുപാട് പേരുണ്ട്. വെള്ളത്തിന്റെ മേളിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ 365 ദിവസം പണിക്ക് പോകുന്ന ആൾക്കാരാ വർഷത്തിൽ.